ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സർക്കാരിന്റെ നയംമാറ്റത്തിന്റെ പ്രഖ്യാപനമായി ബജറ്റ്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാല ക്യാമ്പസുകളും ആരംഭിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ തേടുന്നതും ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകിയ പ്രാമുഖ്യവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനം നേരിടുന്ന പുത്തൻ വെല്ലുവിളികൾക്ക് പരിഹാരം ലക്ഷ്യമിട്ടാണ്. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ളൊരു മാറ്റം പൊതുവെ നടക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം. അധ്യയനം, അധ്യാപനം, അറിവുൽപാദനം എന്നിവയ്ക്കപ്പുറം അറിവിൻ്റെ പ്രയോഗത്തിന് കൂടി മുൻഗണന കൊടുക്കുന്ന തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുകയാണ്. ഈ മാറ്റം കേരളത്തിൻ്റെ ഉൽപ്പാദന ഘടനകളിൽ നവീകരണത്തിന് കാരണമാകാമെന്ന കാര്യമാണ് ഈ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കേരളത്തിലെ ക്യാമ്പസുകൾ പുതിയ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദന പ്രക്രിയകളും വികസിപ്പിച്ചെടുക്കുക മാത്രമല്ല, സംരംഭകരെയും വളർത്തിയെടുക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. ഈ മാറ്റത്തിന് സർക്കാർ നൽകുന്ന പിന്തുണയെയും മേൽപ്പറഞ്ഞ എഡിറ്റോറിയൽ പ്രശംസിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ പിന്തുണ കൂടുതൽ ശക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. സർ, AI പ്രോസസ്സർ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഇതിനകം 16 പേറ്റന്റുകൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ന്യൂറോ സയൻസിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബ്രെയിൻ കമ്പ്യൂട്ടിംഗ് ലാബ് സ്ഥാപിച്ചു. നോബൽ സമ്മാന ജേതാവും ഗ്രഫീൻ്റെ ഉപജ്ഞാതാവുമായ സർ ആന്ദ്രേ ഗീം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ചേർന്നത് വലിയ നേട്ടമാണ്. കൂടുതൽ വിവരങ്ങളുമായി ശരത് കെ ശശി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന്. ശരത് കെ ശശി, സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുന്നതിനൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അതെങ്ങനെ വളർച്ചയുടെ പടവുകൾ താണ്ടാൻ ഗതിവേഗം നൽകും എന്ന ഒരു ദിശാബോധം ഈ ബജറ്റിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ സർവകലാശാലയുടെ കാര്യത്തിലായാലും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളുടെ കാര്യത്തിലായാലും ആ രീതിയിൽ ഒരു വിപ്ലവം കാത്തിരിക്കുന്നു എന്ന സൂചനയാണോ ധനമന്ത്രി നൽകുന്നത്? ശരത്. സുജയ, നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, വിമർശനം എന്ന് പറയുന്നത് ആളുകൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് പകരം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ജോലി സാധ്യതകൾ അതുപോലെ തന്നെ പഠന സാധ്യതകൾ തേടി പോകുന്ന ഒരു പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ബ്രെയിൻ ഡ്രെയിൻ നടക്കുന്നു എന്നുള്ള വിമർശനം സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളിൽ നിന്ന് മാറി പുത്തൻ സാധ്യതകൾ പരിഗണിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയുള്ള പ്രഖ്യാപനങ്ങൾ, ആ പരമ്പരാഗത കാഴ്ചപ്പാടുകളിൽ നിന്നും സർക്കാർ മാറുന്നു എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഈ ബജറ്റിലെ ഓരോ വാക്കുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട തീരുമാനമാണ്. നേരത്തെ എറണാകുളത്ത് CPM സംസ്ഥാന സമ്മേളനം നടന്ന ഘട്ടത്തിൽ അതിൽ അവതരിപ്പിച്ചിട്ടുള്ള നയരേഖയിൽ സ്വകാര്യ സർവകലാശാലകളാകാം എന്നുള്ള നിലപാട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. അത് ഈ ബജറ്റിൽ ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നു. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ട്. അത് സർക്കാർ ബജറ്റിലൂടെ അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കൂടി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ബജറ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ സർവകലാശാലകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ വിദേശ സർവകലാശാലകളുടെ കാര്യത്തിലും നേരത്തെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പല സ്ഥാപനങ്ങളും ബന്ധപ്പെട്ടിരുന്നു. ഏതായാലും ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ നയംമാറ്റം സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ സൂചന ലഭിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാകും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് അക്കാദമിക വിദഗ്ധരുടെ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിദേശത്ത് നിന്നും ഉൾപ്പെടെയുള്ള അക്കാദമിക വിദഗ്ധരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ടുന്ന മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അങ്ങനെ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് നൽകിയിട്ടുള്ള പ്രാമുഖ്യമാണ്. 250 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഡിജിറ്റൽ സർവകലാശാലയിൽ നടത്തുമെന്ന് സർക്കാർ പറയുന്നു. അതും പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാം. ഇത് AI കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ഒരു AI ഹബ്ബാക്കി മാറ്റുന്നതിനും ബജറ്റ് ലക്ഷ്യമിടുന്നു. അതിൻ്റെ ഭാഗമായി ഒരു അന്താരാഷ്ട്ര കോൺക്ലേവ് തന്നെ സംഘടിപ്പിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനമായി നമുക്കതിനെ കാണുകയും ചെയ്യാം. ഇനി പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് വരികയാണെങ്കിൽ 1032 കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തിനായി ഈ ബജറ്റിൽ നീക്കി വെച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ടുന്ന ഒരു പ്രഖ്യാപനം, ഒരു ജില്ലയിൽ ഒരു സ്കൂൾ മോഡൽ സ്കൂളായി ഉയർത്തും എന്നുള്ളതാണ്. അങ്ങനെ ആ സ്കൂളിൻ്റെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു ശ്രദ്ധ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുലർത്തുമെന്ന് ബജറ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൂടാതെ ഈ നമുക്കറിയാം, നേരത്തെ ഈ ഉച്ചഭക്ഷണ പദ്ധതി പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിൽ സർക്കാർ ഈ ഉച്ചഭക്ഷണ പദ്ധതി നിലനിർത്തുന്നതിന് വേണ്ടി പുറത്തുനിന്നും ആളുകളുടെ സംഭാവനയൊക്കെ തന്നെ സ്വീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. അതേ മാതൃകയിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പുറത്തുനിന്നും ആളുകളുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഈ ബജറ്റിൽ ഉണ്ടായിരിക്കുന്നു. അത് എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഫണ്ട് എന്നുള്ള നിലയിലായിരിക്കും ആ പുറത്തുനിന്നും സാമ്പത്തിക സഹായങ്ങൾ സ്വീകരിക്കുക. അത് സംബന്ധിച്ചിട്ടുള്ള നടപടികളും ഈ ബജറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.
ശരി, ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിയത്.